പൾസർ സുനി ദിലീപിൽ നിന്നും കാശ് വാങ്ങി എടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചന വരുന്ന ഭാഗത്ത് ഒന്നാം പ്രതിയെയും ഒമ്പതാം പ്രതിയെയും വെറുതെ വിട്ടിരിക്കുകയാണ്. അവരുടെ കുറ്റം തെളിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് വളരെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിധിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ദിലീപ് സമൂഹത്തിൽ പറഞ്ഞതും പോലീസുകാർക്ക് കംപ്ലൈന്റ് കൊടുത്തതും പോലും പൾസർ സുനിയും സംഘവും എന്നെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ്. ഇവ അതായത് വാലും തലയിലും ഉണ്ടായിരുന്ന രണ്ട് കോൺസ്പിറസികൾ വെട്ടിമാറ്റി നടുക്കുള്ള കോൺസ്പിറസിക്ക് മാത്രമാണ് ഇപ്പോൾ കുറ്റം ഉള്ളതായി കണ്ട് 1 മുതൽ 6 വരെ പ്രതികളെ പ്രോസിക്യൂഷൻ പറഞ്ഞ മിക്കവാറും എല്ലാ മേജർ ഒഫൻസസിനും കുറ്റക്കാരായി കണ്ട് അവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇതിന്റെ അകത്ത് കൊടുത്ത ശിക്ഷയെക്കുറിച്ച് പ്രോസിക്യൂഷന് മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഉദ്ദേശമുണ്ട്. കാരണം അത് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു ശിക്ഷയാണ്. അത് തീർച്ചയായിട്ടും അതിന് മുകളിലേക്ക് പോകും. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, കുറ്റം കണ്ട ചില ഒഫൻസുകളിൽ പോലും ശിക്ഷ വിധിച്ചിട്ടില്ല. അതായത് 376D വിധിച്ച കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷിച്ചത് കൊണ്ട് 354നും 354Bക്കും പ്രത്യേക ശിക്ഷ നൽകിയിട്ടില്ല. അങ്ങനെ ഒരു റിഡക്ഷൻ നൽകാൻ, അതായത് സാരി വാങ്ങിച്ചാൽ പാവാട ഫ്രീ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഒരു വിധി, ഒരു ശിക്ഷാവിധിക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇനി അപ്പീൽ കോടതിയുടെ വിധി വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പീൽ എത്രയും പെട്ടെന്ന് കൊടുക്കും. വിധി വന്നോടൻ തന്നെ വിധിയെ മഹത്വവൽക്കരിച്ച് വന്നിട്ടുള്ള ആളുകൾ വിധിന്യായം മുഴുവൻ വായിച്ചിട്ട് പറയുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം. 1709 പേജുകളോളമുള്ള വിധിന്യായത്തിൽ അതിന്റെ പല കാര്യങ്ങളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ എന്താണെന്നോ അതില് എത്രത്തോളം തെളിവുകൾ എടുത്തോ എന്നോ വിശദമായി പല സ്ഥലത്തും ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകില്ല. കാരണം ഈ പല രീതിയിലും പ്രോസിക്യൂഷൻ ഹാജരാക്കിയുള്ള എവിഡൻസ് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്, അത് തെറ്റായി റീഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ഗുരുതരമായ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്, ചില തെളിവുകൾ കാണാതെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പൊതുമധ്യത്തിലല്ല പറയേണ്ടത്, ഞങ്ങൾ പറയേണ്ടത് അപ്പീൽ കോടതികളാണ്. അവിടെ വിശദമായി ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുകയും അതിനുള്ള പരിഹാരം തേടാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ മാത്രവുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രോസിക്യൂഷൻ അപ്പാടെ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഈ ആരോപണങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് പാളിച്ചകൾ പറ്റി എന്ന് പറഞ്ഞാണ് വരുന്നത്. നിങ്ങളുടെ അന്തിമ വിധി വരുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാം, ഏറ്റവും നന്നായിട്ട് അന്വേഷിച്ച ഒരു കേസ് ആണിതെന്നും ഏറ്റവും നന്നായിട്ട് പ്രോസിക്യൂട്ട് ചെയ്ത ഒരു കേസാണ് ഇത് എന്നും ഈ ലോകം വിലയിരുത്തും.